നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അടിയന്തര കടമെടുപ്പിന് കേരളത്തിന് അവകാശമില്ലെന്ന് കേന്ദ്ര സർക്കാർ. അനാരോഗ്യമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. അധിക കടമെടുപ്പ് അനുവദിച്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സമർപ്പിച്ച ഹർജിയിലാണ് കേന്ദ്രത്തിന്റെ മറുപടി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അടിയന്തരമായി 26,226 കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിച്ചത്. കടമെടുപ്പിന് അന്യായമായി പരിധി സൃഷ്ടിച്ച് കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. കേന്ദ്രത്തിന്റെ കുഴപ്പമല്ല, കേരളത്തിന്റെ ധനമാനേജ്മെന്റുകളുടെ കുഴപ്പമാണെന്ന് ചൂണ്ടിക്കാട്ടി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സുപ്രീം കോടതിയിൽ നൽകിയ കുറിപ്പിൽ അക്കമിട്ട് മറുപടി നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കോടതിയിൽ കടുത്ത വാദപ്രതിവാദങ്ങൾ നടക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. കിഫ്ബിയെ പോലുള്ള സംവിധാനങ്ങൾ വഴി ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് നടത്തുന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. സംസ്ഥാനം ഇങ്ങനെ പ്രവർത്തിച്ച് കടക്കണിയിൽപ്പെട്ടാൽ അത് കേന്ദ്രത്തിന്റെ കടമെടുപ്പ് റേറ്റിംഗിനെ, അതായത് ക്രെഡിറ്റ് റേറ്റിംഗിനെ ബാധിക്കുമെന്നും വാദമുണ്ട്. എന്നാൽ കേന്ദ്രത്തിന്റെ മോശമായ കടമെടുപ്പ് രീതി മൂലം മോശം ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് രാജ്യത്തിനുള്ളതെന്നാണ്, അത് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കുന്നതിന് തടസ്സമാകുന്നുവെന്നാണ് കേരളം പറയുന്നത്. കേരളത്തിന് അടിയന്തര കടമെടുപ്പിന് അവകാശമില്ലെന്നാണ് കേന്ദ്ര സർക്കാരും പറയുന്നത്. കേരളം സാമ്പത്തികമായി അനാരോഗ്യമുള്ള സംസ്ഥാനമാണ്. നികുതി വരുമാനത്തെക്കാൾ കേരളത്തിൽ കടം പെരുകുന്നു. 14ാം ധനകാര്യ കമ്മീഷൻ ഇത് വ്യക്തമാക്കുന്നുണ്ടെന്നും കേന്ദ്രം വാദിക്കുന്നു. ഈ വിഷയത്തിൽ കോടതി ഇടപെടരുതെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. സംസ്ഥാനങ്ങൾ കടക്കണിയിലാകുന്നത് രാജ്യത്തിന്റെ പൊതുധനസ്ഥിതിയെ ബാധിക്കും. കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും കടമെടുപ്പിനെ താരതമ്യപ്പെടുത്തുന്ന കേരളത്തിന്റെ വാദം അംഗീകരിക്കാനാവില്ല. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ്. സംസ്ഥാനത്തിൻ്റെത് അതീവ മോശമായ ധനമാനേജ്മെന്റ് നടപടികളും നയങ്ങളുമാണെന്നും കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ട്. റവന്യൂ ചെലവ് 74% നിന്നും 82% ഉയർന്നു. എടുക്കുന്ന കടത്തിന്റെ ബഹുഭൂരിപക്ഷം തുകയും ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടിയാണ് സംസ്ഥാനം ചെലവഴിക്കുന്നത്. ഇനിയും കടമെടുപ്പ് പരിധി ഉയർത്താനാകില്ലെന്നും സുപ്രീം കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ച 46 പേജുള്ള കുറിപ്പിൽ കേന്ദ്രം കുറ്റപ്പെടുത്തുന്നുണ്ട്. 2018-2019 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ കടമെടുപ്പ് GDP-യുടെ 31% നിലവാരത്തിലായിരുന്നെങ്കിൽ 2021-22 കാലയളവിൽ ഇത് 39% ഉയർന്നു. സംസ്ഥാനങ്ങളുടെ കടബാധ്യതയിൽ ദേശീയ ശരാശരി 29.8% മാത്രമാണെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി. ബംഗാളിനും പഞ്ചാബിനുമൊപ്പം രാജ്യത്തെ തന്നെ ഏറ്റവും മോശം ധനകാര്യ വിഭവങ്ങളുടെ വിനിയോഗം നടത്തുന്ന സംസ്ഥാനമാണ് കേരളമെന്നും കേന്ദ്രം കുറ്റപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കിഫ്ബിക്ക് സ്വന്തം നിലയിൽ വരുമാന സ്രോതസ്സില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ളതിനേക്കാൾ കൂടുതൽ വിഹിതം സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. നികുതി വരുമാനത്തിൽ നിന്നും നൽകേണ്ട വിഹിതം, GST നഷ്ടപരിഹാര തുക, കേന്ദ്രാവിഷ്കൃത പദ്ധതിക്കുള്ള വിഹിതം എന്നിവയെല്ലാം നൽകിക്കഴിഞ്ഞു. കൂടാതെ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷവും ഊർജ്ജ മേഖലയിലേക്ക് 4000 കോടി രൂപ നൽകിയിട്ടുണ്ട്. അർഹതപ്പെട്ടതിനേക്കാളും നൽകിയിട്ടും ധനകാര്യ മാനേജ്മെന്റിലെ പിടിപ്പുകേട് കാരണമാണ് കേരളം കടത്തിൽ നിന്നും കടത്തിലേക്ക് മുങ്ങുന്നത്. അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് മാത്രമാണെന്നും കേന്ദ്രം സുപ്രീം കോടതിക്ക് മുമ്പാകെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് കേരളം വാദിക്കുന്നു. രാജ്യത്തെ ആകെ വായ്പയുടെ 60% കേന്ദ്രമാണ് എടുക്കുന്നതെന്നും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ ദേശീയ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുമെന്ന വാദത്തിന് കഴമ്പില്ലെന്നും കേരളത്തിൽ വാദമുണ്ട്. സംസ്ഥാന സർക്കാർ ഉയർത്തിയ ഗൗരവകരമായ ഭരണഘടനാ പ്രശ്നങ്ങളെ പരാമർശിക്കാതെ അപൂർണവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങളാണ് കേന്ദ്രം സമർപ്പിച്ചതെന്നാണ് കേരളം ഇപ്പോൾ പറയുന്നത്. ഏതായാലും പിണറായി വിജയൻ വീണ്ടും കടം ചോദിച്ചു ചെല്ലുമ്പോൾ കണ്ടം വഴി ഓടിക്കുകയാണ് പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഈ കാര്യത്തിൽ റിസർവ് ബാങ്ക് പിണറായി വിജയനും സർക്കാരിനും മുന്നറിയിപ്പ് നൽകിയതാണ്, ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ കേരളം ശ്രീലങ്കയുടെ അവസ്ഥയിലേക്കാകുമെന്ന്. എന്നാൽ അതൊന്നും കേൾക്കാതെ കടമെടുത്ത് സ്വന്തം ഭാര്യയ്ക്കും മകൾക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കും കർട്ടൻ ഇടാനും, ക്ലിഫ് ഹൗസിൽ കർട്ടൻ ഇടാനും, അതുപോലെ തന്നെ തൊഴുത്ത് നിർമ്മിക്കാനും, പശുക്കൾക്ക് പാട്ട് കേൾക്കാനും മ്യൂസിക് സിസ്റ്റം അടക്കം വാങ്ങിച്ചു വെച്ചുകൊണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള കെടുകാര്യസ്ഥതയും അഴിമതിയും ഒക്കെ കാണിച്ചിട്ട് സാധാരണക്കാരന് പെൻഷൻ കൊടുക്കേണ്ട സമയത്ത് പിണറായി പറയും കേന്ദ്രം തരുന്നില്ല, കടമെടുക്കണം, കടമെടുത്താൽ മാത്രമേ കിട്ടാനുള്ളൂ, കടം എടുക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല, തുക തരാനുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച ശേഷം കേന്ദ്രത്തോട് ചോദിക്കുന്നത് കടമെടുക്കാനാണ്. അല്ലാതെ തരാനുള്ള പൈസ തരാനല്ല. സുപ്രീം കോടതിയിലേക്ക് ഇപ്പോൾ പോയിട്ടുള്ളത് തങ്ങളെ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അല്ലാതെ ഒരു പൈസയും തരാനുള്ളത് കൃത്യമായി തരുന്നില്ല, അതുകൊണ്ട് തരണം എന്ന ആവശ്യമല്ല പിണറായി വിജയൻ ഉന്നയിച്ചിരിക്കുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിയണം. ഈ പറയുന്നതെല്ലാം കള്ളമാണ് എന്നതിന്റെ കൃത്യമായ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കാണുന്ന സുപ്രീം കോടതിയിലേക്ക് കടമെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ചെന്ന ആ ഒരു
പരാതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്.